കോൺക്രീറ്റ് വാള് കൊടുത്തിട്ടുള്ളത്. ഫിനിഷിംഗ് ഒന്നും ഇല്ല, മണ്ണിന്റെ ഉള്ളിൽ ഇന്ന് പോകാനുള്ള ഭാഗമാണ്, അതുകൊണ്ട് ഫിനിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാണാം ഒരു ഫിനിഷില്ല. ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാള് കൊടുത്തതിന് ശേഷം ഇതുപോലെ മെറ്റലാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. മെറ്റൽ ഇട്ട് കൊടുത്ത് അതിന് ശേഷമാണ് മണ്ണൊക്കെ ചെയ്യുന്നത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ്. ബൈപ്പാസിൽ മാമ്പുഴ പാലത്തിന്റെ അടുത്താണ്. നമ്മൾ ഇവിടുന്ന് മാമ്പുഴ പാലം, അറപ്പുഴ പാലം എന്നീ രണ്ട് പാലത്തിന്റെ ഭാഗത്ത് വർക്ക് നടക്കുന്ന പാലത്തിന്റെ വർക്കുകൾ അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ള എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെയുള്ള വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. ആദ്യം നമ്മൾ പോകുന്നത് അറപ്പുഴ പാലത്തിന്റെ അടുത്തേക്കാണ്. അറപ്പുഴ പാലത്തിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ വീണ്ടും കാണാം. അപ്പൊ ഞാന് അറപ്പുഴ പാലം വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കാണാം, നമുക്ക് പില്ലറിന്റെ വർക്കുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പില്ലറിന്റെ വർക്ക് ഇവിടെ കാണാം. താഴ്ഭാഗത്ത് പിയർ ക്യാപ്പിന്റെ വർക്കാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതിന്റെ വർക്കിന് വേണ്ടിയുള്ള ഷട്ടറുകളൊക്കെ ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആണ്. ഇനി ഇതിന്റെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് ആണ് അടുത്ത് വരാനുള്ളത്. അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഷട്ടറുകൾ പൊളിച്ചെടുക്കാനുണ്ട് ആ ഭാഗത്ത്. ഇവിടെ കാണാം, നമുക്ക് പിയർ ക്യാപ്പിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അധികം വൈകാതെ തന്നെ ഇതിന്റെ മുകളിൽ പില്ലർ വർക്ക് തുടങ്ങുന്നതായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ പുതിയൊരു പാലം, പഴയ പാലം, ഇവിടെ 3 പാലങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മള് കോഴിക്കോട് ഭാഗത്ത് ഇങ്ങനെ ഉള്ള ഭാഗങ്ങളിലൊക്കെ 3 പാലങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി അറപ്പുഴ മാമ്പുഴ പാലത്തിന്റെ അങ്ങോട്ടാണ് പോവണേ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഇനി അടുത്ത് വേറൊരു പാലം വരാനുള്ളത് കോരപ്പുഴ ഭാഗത്താണ്. കോരപ്പുഴ ഭാഗത്തും ഇതുപോലെ ഒരു 3ാമതൊരു പാലം വരുന്നുണ്ട്. NH66 വർക്കിൽ തന്നെ മലപ്പുറം ബ്രീച്ചിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പഴയ പാലം തന്നെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കോഴിക്കോട് ഭാഗത്ത് ഇപ്പം 3 പാലങ്ങൾ ഇതുപോലെ ഇതിന്റെ സൈഡിൽ ചെറിയ 2 പാലങ്ങളായിട്ട് വേറെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ വരുന്നൊരു ഭാഗമാണ് ഇത് നമ്മുടെ അറപ്പുഴ പാലം. അറപ്പുഴ പാലം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് മാമ്പുഴ പാലം, അത് കഴിഞ്ഞിട്ടാണ് കോരപ്പുഴ പാലം. അപ്പൊ ഇവിടെയൊക്കെ 3 പാലങ്ങളായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മലപ്പുറം ജില്ലേന്റെ ഭാഗത്തൊക്കെ പൊന്നാനി ഭാഗത്ത് പഴയ പാലം പുതുക്കി പണിതതാണ്. അതുപോലെ കൊളപ്പുറം കൂരിയാട് വരുന്ന ഭാഗത്തും പഴയ പാലം തന്നെയാണ്. ഇവിടെ കാണാം, ഇതിന് മുകളിൽ നിന്ന് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഷട്ടറുകൾ എടുത്തു മാറ്റാനുള്ള വർക്കാണ്. ഇനി കുറച്ച് ഭാഗത്തൊക്കെ ഷട്ടർ എടുത്ത് മാറ്റാനുണ്ട്. ബാക്കി എല്ലാ ഭാഗത്തും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഒഴുക്കുണ്ട്, വെള്ളം നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ്. അപ്പൊ ഇതിന് ഉപയോഗിച്ചിരുന്ന ബോട്ടുകളാണ് ആ ഭാഗത്ത് കാണുന്നത്. ഇതാണ് ഇതിന് ഉപയോഗിച്ചിരുന്ന ബോട്ടുകൾ. അതൊക്കെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് മാമ്പുഴ പാലത്തിന്റെ അങ്ങോട്ട് പോവാം. ഈ ഭാഗത്തുള്ള മുളകളൊക്കെ വെട്ടി മാറ്റുന്നുണ്ട്. ഇവിടെ ഷട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. അതിന്റെ അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വന്നിട്ടുള്ള ടോൾ പ്ലാസ. ടോൾ പ്ലാസിന്റെ ഫ്രണ്ടിൽ വരുന്നതാണ് മാമ്പുഴ പാലം. മാമ്പുഴ പാലമാണ് ഈ കാണുന്നത്. മാമ്പുഴ പാലത്തിന്റെ തൊട്ട് മുൻവശത്തൊന്നും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഈ സൈഡിൽ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞതാണ്. ഇതിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ ഭാഗത്താണ് വർക്ക് കംപ്ലീറ്റ് ആവാത്തത്. ഇവിടെ ഇപ്പോഴും കോൺക്രീറ്റ് വാളൊക്കെ കൊടുത്തിട്ട് ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അതാണ് ഇവിടെ കാണാൻ. നമുക്ക് മെറ്റൽ മിക്സ് ഒക്കെ കൊണ്ടുവന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട്, വണ്ടിയിൽ ഇറക്കി കൊടുക്കുന്നത് കാണാം നമുക്ക്.
അപ്പൊ അവിടെ കോൺക്രീറ്റ് വാളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊന്ന് പുറത്ത് ഇറങ്ങി പോയി നോക്കാം. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് അവിടെ കാണാം നമുക്ക് കോൺക്രീറ്റ് വാള്. അവിടെയൊക്കെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഇനി ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇല്ല, ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാള് കൊടുത്തതിന് ശേഷം ഇതുപോലെ മെറ്റലാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. മെറ്റൽ ഇട്ട് കൊടുത്ത് അതിന് ശേഷമാണ് മണ്ണൊക്കെ ചെയ്യുന്നത്. വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. റോഡിലുള്ള വെള്ളം, താഴ്ന്നു പോകുന്ന വെള്ളം വളരെ കറക്റ്റ് ക്ലിയർ ആയിട്ട് പുറത്തേക്ക് ഒഴുകി പോകാൻ വേണ്ടി, ആ ഓളുകളൊക്കെ കണ്ടില്ലേ, ആ ഓളിലൂടെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെറ്റൽ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഇതുപോലുള്ള മണ്ണൊക്കെ ഫില്ല് ചെയ്യുക. അപ്പൊ ഇവിടെ കോൺക്രീറ്റ് വാളിന്റെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ചതുപ്പായ പ്രദേശമാണ്. ആ ഭാഗത്തൊക്കെ ഇപ്പോഴും കാണാൻ വെള്ളം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കുറച്ച് വൈകിയതും. പിന്നെ ഇവിടെ കോൺക്രീറ്റ് വാൾ കൊടുക്കാൻ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് കണ്ടില്ല, ഇവിടെ മെറ്റലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഡെക്കാത്തലോനൊക്കെ വരുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഭാഗത്ത് മാത്രം ക്രാഷ് ബാരിയർ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് കാണാം ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലിലൊക്കെ ഇപ്പൊ താൽക്കാലികമായുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. കുറെ ആയിട്ട് അടച്ചു കിടക്കായിന്ന് ഇപ്പൊ കുറച്ച് ചെറിയൊരു വഴിയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ വർക്കുകള് ഇനിയും ഒരുപാട് വർക്കുകള് കോഴിക്കോട് ബൈപ്പാസിൽ കഴിയാനുണ്ട്. അപ്പൊ ടോളിന്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് കുറച്ച് വീതിയൊക്കെ കൂടുതലാണ്. ഇത് വേറെ ഒരു ഹൈവേയും കൂടെ വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം വിചാരിക്കുന്നു. അപ്പൊ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്ന ഭാഗം സെന്റർ ഈ ഭാഗത്തേക്കാണ് ജോയിൻ ചെയ്യുന്നൊരു ഭാഗം. അതുകൊണ്ട് ടോൾ പ്ലാസയും അതിന് വേണ്ടിയിട്ടുള്ള ഭാഗമൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വീതി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ വർക്കുകളൊക്കെ ഇവിടെ വരാനുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കുറച്ച് ഡിലേ ആയത്. ഇനി അതിന്റെ വർക്കുകളൊക്കെ വരാനുണ്ട്. എനിക്കറിയാൻ സാധിച്ചത് ഇവിടെ വലിയൊരു റൗണ്ട് ഓപ്പോട്ടൊക്കെയാണ് വരാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. അപ്പൊ ഇതാണ് പുതിയ പാലം ഇവിടെ വന്നിട്ടുള്ളത്. പഴയ പാലം നിങ്ങൾക്ക് കാണാം, അതിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. പഴയ പാലത്തിന്റെ ക്രാഷ് ബാരിയറുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതും കൂടെ ഒരുമിച്ച് ജോയിന്റ് ചെയ്തിട്ടുണ്ട്. മാമ്പുഴ പാലത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് ആ ഭാഗത്തും ഇനി കുറച്ച് മണ്ണ് ഫില്ലിംഗ് ഒക്കെ ബാക്കി കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ജോയിന്റിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്, ജോയിന്റിങ് ചെയ്യുന്ന വർക്കുകളുണ്ട്. വർക്കേഴ്സ് ഇവിടെ കമ്പി കട്ട് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. ബെൻഡിങ് ചെയ്യാനുള്ള അതൊക്കെ. അങ്ങനെ ഷട്ടറുകൾ അവിടെ ഷട്ടറുകളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് വർക്കുകൾ ഉള്ളത്. അതിൽ വരുന്ന ഒരു ഭാഗമാണ് മാമ്പുഴ പാലം. പിന്നെ കൂടാതെ വരുന്ന ഒരു ഭാഗം നമ്മൾ നേരത്തെ കാണിച്ച ഭാഗം തന്നെയാണ് നമ്മുടെ അറപ്പുഴ പാലം, കോരപ്പുഴ പാലം. ഇവിടെ വർക്കിന് ആവശ്യമായിട്ടുള്ള ഓരോ ഷട്ടറുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഡിസൈനിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള വർക്ക് കംപ്ലീറ്റ് ആയ ഒരു ഭാഗം ക്രാഷ് ബാരിയർ ആണെന്നാണ് തോന്നുന്നത്. ക്രാഷ് ബാരിയറിന്റെ കമ്പി പൊങ്ങി കിടക്കണില്ലേ. പാലത്തിന് ഉപയോഗിക്കുന്ന ക്രാഷ് ബാരിയറും ഇതിന്റെ ഫുട്പാത്തും കൂടെയാണ് വരുന്ന ഒരു ഭാഗമാണത് കണ്ടിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ചെയ്യാനുള്ളതാണ്. ക്രാഷ് ബാരിയർ വരുന്ന ഭാഗം ഇവിടെ, ഫുട്പാത്ത് അപ്പുറത്ത്, അങ്ങനെയുള്ള ഒരു സെക്ഷനായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇനി ആ ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ സാധാരണ നമ്മുടെ കോൺക്രീറ്റ് വാൾ കൊടുത്ത പോലെയല്ല കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ ഒരു ക്രോസ് ആയിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കോൺക്രീറ്റ് വാള് കൊടുത്തിട്ടുണ്ട്. ഇത് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വളരെ ശ്രദ്ധയോടും സേഫ്റ്റിയിലും വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്തൊക്കെ പൈലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇതിന്റെ താഴെ നിന്ന് കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ നല്ല ശ്രദ്ധയോടെ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ പില്ലറിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് നീട്ടി വെച്ചതാണ്. അപ്പൊ ഇത് ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടയൊക്കെ വെച്ച് സേഫ്റ്റിയിൽ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കാം നമുക്ക്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ കുറെ കല്ലും മണ്ണൊക്കെ വേസ്റ്റ്. ഇവിടെ കുറെ തെങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, ആ ഭാഗത്തൊക്കെ തെങ്ങുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മുറിച്ച് മാറ്റി കിടക്കണേ.
ഇതാണ് ഈ മാമ്പുഴ എന്ന് പറഞ്ഞ ഒരു ചെറിയ തോടാണ്. പുഴ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. ആ തോടിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ടൊക്കെ വെള്ളമൊക്കെ കയറി നിൽക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. ഇനി ഇവിടെ വരാനുള്ളത് ക്രാഷ് ബാരിയറിന്റെ വർക്ക് വരാണ്ട്, മണ്ണ് ഫില്ലിങ് നടക്കാനുണ്ട്. ഇവിടെ ഉള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റി ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ടോൾ പ്ലാസന്റെ അവിടം വരെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോ കാണാം നമുക്കിവിടെ മണ്ണ് ലെവൽ ചെയ്യുന്ന മെഷീന്. ഇവിടെ കഥ മണ്ണ് ലെവൽ ചെയ്ത് ഭാഗത്ത് റോഡ് റോളറൊക്കെ വെച്ച് മണ്ണ് അമർത്തി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉൾവശത്തേക്ക് വരെ മണ്ണ് ഇങ്ങനെ നല്ലോണം പ്രസ്സിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്ര ശ്രദ്ധയോടെ അവർ വർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം വീണ്ടും മണ്ണ് നിറച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ കാണാം, ഇതാ ഇങ്ങനെ ബ്ലോക്കുകളാക്കിയിട്ടാണ് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാള് കൊടുത്തിട്ടുള്ളത്. ഫിനിഷിംഗ് ഒന്നും ഇല്ല, മണ്ണിന്റെ ഉള്ളില് താഴ്ന്നു പോകാനുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഫിനിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാണാം ഒരു ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ്. നല്ല കട്ടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു മീറ്റർ 2 മീറ്ററോളം ഇപ്പൊ പുറത്തേക്ക് ഇവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട്. താഴ്ഭാഗത്തേക്ക് ഒക്കെ നല്ല കനത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ കുറെ കോൺക്രീറ്റിന്റെ പീസുകൾ കണ്ടില്ലേ, ഈ ഉരുണ്ടത്. ഇതൊക്കെ പൈലിങ് ചെയ്തതിന്റെ ശേഷം അവിടെ നിന്ന് പൈലിങ് ക്യാപ്പ് പൊട്ടിച്ചതാണ്. അപ്പൊ ഇവിടെയൊക്കെ പൈലിങ് ചെയ്താണ്. അത്രത്തോളം സ്ട്രോങ്ങിലാണ് അവര് പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇനി ഒരു ഡ്രൈനേജിനൊക്കെ കൊടുക്കുന്ന പോലുള്ള അത്ര കനത്തിലുള്ള കമ്പിയൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതാണ് കോൺക്രീറ്റ് വാള് ചെയ്യുന്നത്. അത്രയും സ്ട്രോങ്ങിലാണ് കോൺക്രീറ്റ് വാള് ചെയ്യുന്നത്. അല്ലാതെ നേരെ ഒരു വാള് മാത്രമല്ല കൊടുക്കുന്നത്, തള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്ര ശ്രദ്ധയോടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവിടെ വാള് വരുന്നത്. അപ്പൊ കമ്പിയൊക്കെ കൊടുത്ത് അത്ര ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആണ്. ഇവിടെ മണ്ണ് തള്ളി പോകാതിരിക്കാണ്ടില്ലേ, ഇരുമ്പിന്റെ ഓരോ ഷീറ്റുകൾ കൊണ്ടുവന്ന് അടിച്ച് വെച്ചാണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ടോൾ പ്ലാസന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നിട്ടുണ്ട്. ഈ ക്രാഷ് ബാരിയറിന്റെ മുകളിലൊക്കെ ഓരോ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആളുകള് ഇതിന്റെ ഇങ്ങോട്ട് എടുത്ത് ചാടാതിരിക്കാനാണ് എന്നറിയില്ല, അതിന്റെ മുകളിൽ ഒരു എക്സ്ട്രാ കമ്പിയൊക്കെ കൊടുത്തിട്ട് കാണുന്നുണ്ട്. നേരത്തെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ ഒരു ആന്റിന കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ, ഇവിടുത്തെ നെറ്റ്വർക്കൊക്കെ ക്ലിയർ ആവാനാണെന്ന് തോന്നുന്നത്. പിന്നെ ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ടോള് പിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളായിരിക്കാം. എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ടോൾ കുറച്ച് ഫ്രണ്ടിലാണ്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കണേ. ഇതാണ് ഇവിടെ പുതുതായിട്ട് വന്ന ഒരു ടവറാണ്. നെറ്റ്വർക്കിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. ഇതിന്റെ മുകളിൽ നേരിട്ട് ഇങ്ങോട്ട് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലാണ് ഇതിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ വർക്കേഴ്സ് ഒന്നും ഇപ്പൊ കാണുന്നില്ല, ആരൊന്നും കാണുന്നില്ല. ഫുൾ സെറ്റാണ്. ഇവിടുത്തെ വർക്കുകളൊക്കെ എല്ലാം സെറ്റാണ്. ഇനി ടോള് പിരിക്കുന്ന ഡേറ്റ് പ്രഖ്യാപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടുന്നാണ് തുടങ്ങിയിട്ടുള്ളത്. കുറച്ച് വാഹനങ്ങൾക്കൊക്കെ ഇവിടെ പാർക്കിംഗ് ഒക്കെ പറ്റില്ല. അവിടെയൊക്കെ ലോറികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്കിന്റെ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്കിന് വേറെ ട്രാക്ക് ആയിരിക്കും, അതിനുള്ള ബോർഡുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളും പുതിയ സ്ഥലങ്ങളുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.